വളരെ വിയേർഡായിട്ടാണ് സിബിൻ ഇപ്പോൾ ലൈവിൽ പെരുമാറുന്നത്. എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് പോകണം, എനിക്ക് ഈ വീട് പേടിയാണ്, ലിവിങ് റൂമിൽ ഇരിക്കുന്നത് പേടിയാണ്, ഞാൻ വളരെയധികം ട്രോമറ്റൈസ് ചെയ്തിട്ടുണ്ട്, എനിക്കിവിടെ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല, എന്നെ ഒന്ന് പുറത്ത് വിടണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു സിബിനെയാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത്. സിബിൻ പറയുന്നുണ്ട്, എന്നെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല, ഞാനൊരു മൂലയ്ക്ക് പോയി ഇരിക്കും, അങ്ങനെ എന്നിൽ നിന്ന് കണ്ടന്റ് ഒന്നും കിട്ടാതെ വരുമ്പോൾ ബിഗ് ബോസ് എന്നെ തനിയെ പുറത്താക്കിക്കോളും എന്നൊക്കെ പറഞ്ഞതുപോലെ പവർ ടീമിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഒക്കെ നടന്നപ്പോഴും സിബിൻ ആദ്യം ഒന്നും മീറ്റിങ്ങിൽ ഇരിക്കാനായിട്ട് തയ്യാറായില്ല. ബാത്റൂമിൻ്റെ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. പിന്നീട് ശ്രീതു വന്ന് നിർബന്ധിച്ച് വിളിച്ചപ്പോഴാണ് ഒന്ന് വന്നിരിക്കാൻ തന്നെ തയ്യാറായത്. അതുപോലെ സിബിൻ പ്രധാന വാതിലിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്നെ ഒന്ന് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോറിൽ കൈകൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത്. പിന്നീട് വളരെ ഭ്രാന്തമായി കൺഫെഷൻ റൂമിലേക്ക് ഓടുന്ന ഒരു സിബിനെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ സിബിനെ അവിടെ നിർത്താനും കണ്ടന്റ് ഉണ്ടാക്കാനുമുള്ള ബിഗ് ബോസിന്റെ ശ്രമങ്ങളൊന്നും നടക്കുന്നുണ്ടായില്ല. സിബിൻ തുറന്നടിച്ച പോലെ പറയുന്നുണ്ട്, എന്നെ നിർത്താൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുകയാണ്, അങ്ങനെ എനിക്ക് ചിന്തിച്ചുകൂടെ എന്നൊക്കെ. കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരും സിബിനെ അനുനയിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ജിൻഡു പറയുന്നുണ്ട്, നീ ഒരു മാസം എനിക്ക് വേണ്ടിയെങ്കിലും ഒന്നിവിടെ നിൽക്കുക എന്ന്. അപ്പോൾ അഭിഷേക് ശ്രീകുമാറും സായി കൃഷ്ണയും പറയുന്നുണ്ട്, അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, അവൻ്റെ അവസ്ഥ അവനല്ലേ പൂർണ്ണമായി മനസ്സിലാകൂ എന്ന്. ബി ഫ്രാങ്ക്, സിബിൻ്റെ ആക്റ്റാണോ ഇതൊക്കെ എന്നുള്ളൊരു ചെറിയ സംശയം എൻ്റെ ഉള്ളിലുമുണ്ട്. കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ ലാലേട്ടൻ നന്നായി ഒന്ന് തേച്ചൊട്ടിച്ചിരുന്നു. പിറ്റേ ദിവസം ഇതേപോലെ ഭ്രാന്തമായാണ് ജാസ്മിൻ പെരുമാറിയത്. തുടർന്ന് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉറപ്പുവരുത്തുകയും ചെയ്തു. തുടർന്നുള്ള ആഴ്ചയിൽ ജാസ്മിനോടുള്ള ലാലേട്ടന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ജാസ്മിന് നല്ല കയ്യടികൾ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ജാസ്മിനെ പോലെ ഒന്ന് അഭിനയിച്ചാൽ പുറത്തെന്തെങ്കിലും ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മയപ്പെടും എന്ന് സിബിനും കരുതി കാണുമോ? സിബിൻ അങ്ങനെ കരുതിയെങ്കിൽ അത് വളരെ നല്ല കാര്യമായി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ജാസ്മിൻ ആകാമെങ്കിൽ എന്തുകൊണ്ട് സിബിൻ ആയിക്കൂടാ? ജാസ്മിൻ മാത്രമാണോ ആ വീട്ടിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ അർഹിക്കുന്ന ഒരേ ഒരു വ്യക്തി?